പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ മനസ്സിൽ ആർക്കാണ് കൂടുതൽ സ്ഥാനം, നിങ്ങൾക്കോ അതോ തേർഡ് പാർട്ടിക്കോ എന്ന വിഷയത്തെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ ചുവന്ന നിറത്തിലുള്ള സ്ഫടിക ഹൃദയചിഹ്നം പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. ആ മനസ്സിൽ ആർക്കാണ് കൂടുതൽ സ്ഥാനം, നിങ്ങൾക്കോ തേർഡ് പാർട്ടിക്കോ? ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വ്യക്തി കൂടുകൂട്ടിയിരിക്കുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു, ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു. പക്ഷേ ദൃഢമായ നിങ്ങളുടെ ബന്ധത്തിനിടയിൽ പോലും നിങ്ങളെ തകർക്കാനും നിങ്ങളെ ഇല്ലാതാക്കാനും, നിങ്ങളെ എന്നേക്കുമായിട്ട് തകർത്ത് അതിൽ നിന്ന് ലാഭം നേടാനും, അല്ലെങ്കിൽ ആ ബന്ധത്തെ തന്നെ എന്നേക്കുമായിട്ട് തകർക്കാനും ചിലർ ശ്രമിക്കുന്നു. അവരുടെ ശ്രമങ്ങൾ രൂക്ഷമായി നിൽക്കുകയാണ്. അവരുടെ ശ്രമങ്ങൾ മൂലം ഒരുപാട് പ്രതിസന്ധികളും തലവേദനകളും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണ് നിങ്ങളെ ആ വ്യക്തി ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ കടന്നു വരികയാണ്. ഓരോ കാലഘട്ടത്തിൽ പലരുമായിട്ട് വന്നിട്ടുണ്ട്, പല വേഷങ്ങളാണ്. അവരുടെയൊക്കെ ലക്ഷ്യം ഒന്നായിരുന്നു, നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കുക, നിങ്ങളുടെ സമാധാന ജീവിതത്തെ തകർക്കുക. എന്നും ഒരാളവിടെ വരും. അത് സ്ത്രീ ആയാലും ശരി, പുരുഷനായാലും ശരി, പല വേഷം അണിഞ്ഞിട്ട് വരികയും നിങ്ങളുടെ സ്വൈര ജീവിതത്തിന് ഭംഗം വരുത്തുന്ന രീതിയിൽ അവർക്ക് 2-3 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളെ സമാധാനം നഷ്ടപ്പെടുത്തുക, എന്നിട്ടൊന്നും അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ അവർക്ക് മാറിപ്പോവുക. 2, പറ്റുമെങ്കിൽ ആ വ്യക്തിയെ കൈയടക്കുക. നിങ്ങളുടെ വ്യക്തിയെ കൈയടക്കി നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിപ്പിക്കുക. അങ്ങനെ പലതരം ഉദ്ദേശത്തോടു കൂടി പല കാലങ്ങളിൽ ആളുകൾ സമീപിക്കുകയും നിങ്ങളുടെ വ്യക്തിയുടെയും നല്ല ജീവിതത്തെ തടസ്സപ്പെടുത്താൻ അവർ ശ്രമിക്കുകയും ചെയ്യുന്നു. ചില കാര്യങ്ങളിൽ അവർ തെറ്റിദ്ധരിപ്പിക്കാൻ വിജയിച്ചിട്ടുണ്ട്. ചില സമയത്ത് അവർ നിങ്ങളെ ചെറിയ രീതിയിലാണെങ്കിലും രണ്ടാക്കാനായിട്ട് ശ്രമിച്ച് വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ആത്യന്തികമായിട്ട് അവർ വിജയിക്കില്ല. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ കുഴപ്പങ്ങളുണ്ടാക്കാനും അവർ ശ്രമിക്കും എന്നുള്ളത് നിങ്ങൾ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയതാണ്. പക്ഷെ അവരതിൽ നിന്ന് വിജയിക്കാൻ പോകുന്നില്ല. അവർക്ക് അതിൽ വിജയിക്കാൻ കഴിയുകയുമില്ല. കാരണം ആത്മാർത്ഥമായ സ്നേഹമാണ് നിങ്ങൾ തമ്മിലുള്ളത്. ആരെയും വഞ്ചിക്കാനോ ആരെയും പറ്റിക്കാനോ ആയിട്ടല്ല നിങ്ങൾ സ്നേഹിച്ചത്. മാത്രമല്ല, നിങ്ങളുടെ തിരഞ്ഞെടുപ്പും നിങ്ങളുടെ ഒരുമിക്കലും ഒന്നും അന്യായമായിട്ടൊരു ഘടകവുമില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന സൽശക്തികളുടെ പിന്തുണ നിങ്ങൾക്കുണ്ട്. ആ സൽശക്തികൾ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഒരുമിക്കാൻ കഴിഞ്ഞത്. ഈ തേർഡ് പാർട്ടി പഠിച്ച പണി 18 നിങ്ങൾക്കെതിരെ നടത്തും. പഠിച്ച പണി 18 നടത്തിയാലും ആ തേർഡ് പാർട്ടിക്ക് വിജയിക്കാൻ കഴിയില്ല. ആ തേർഡ് പാർട്ടിയുടെ ജീവിതത്തിൽ ഒരു വിജയം അസാധ്യമാണ്. തേർഡ് പാർട്ടി പലതരം ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, എങ്ങനെയെങ്കിലും വിജയിക്കാനും എങ്ങനെയെങ്കിലും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തെ തകർക്കാനൊക്കെ. പക്ഷെ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങൾ തന്നെ ആത്യന്തികമായിട്ട് വിജയിക്കുകയും ഒന്നാകുകയും ചെയ്യും. കാരണം ഈ തേർഡ് പാർട്ടിയുടെ എല്ലാ കള്ളത്തരങ്ങളും നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാകുന്നൊരു കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. അതോടുകൂടി പമ്പ കടക്കും ഈ തേർഡ് പാർട്ടി. അക്കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടാനില്ല. അതായത് രണ്ടാമത്തെ ഹൃദയചിഹ്നം പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. മനസ്സിൽ ശുദ്ധഗതിയാണ് എപ്പോഴും ഉണ്ടായിരുന്നത്. ഒരു കളങ്കവും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കായാലും ശരി, നിങ്ങളുടെ വ്യക്തിക്കായാലും ശരി. എല്ലാവരും പറയുന്നത് അതേപടി വിശ്വസിക്കുക. എല്ലാവരും തന്നെപ്പോലെ അല്ലെങ്കിൽ തങ്ങളെപ്പോലെ നന്മയുള്ളവരാണെന്ന് വിശ്വസിക്കുക. അങ്ങനെ നിങ്ങൾ കടന്നു പോയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾക്ക് നേരിടേണ്ടി വന്നു. കാരണം പല രഹസ്യങ്ങളും നിങ്ങളുടെ
ഏറ്റവും അടുത്ത ആളുകളുമായിട്ടൊക്കെ പറയാൻ തുടങ്ങി. നിങ്ങളായിട്ട് സ്നേഹമുള്ള ആളുകളോട് നിങ്ങൾ മനസ്സിലുള്ളത് പലതും പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചതായിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. പറഞ്ഞ സമയത്തൊക്കെ നിങ്ങളവർ വിശ്വസിച്ചു. കാരണം അവർ ഞങ്ങളെ ചതിക്കില്ല, അവർ ഞങ്ങളെ ഇഷ്ടമാണ് എന്നൊക്കെ വിശ്വസിച്ച് ഞങ്ങളുടെ നന്മയാണ് അവരുടെ ലക്ഷ്യമെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചു. പക്ഷെ അവർ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനായിട്ട് മനഃപൂർവ്വം വന്നതാണ്. നിങ്ങളുടെ രണ്ടുപേരെയും ശുദ്ധഗതി കുറേ കാലം അവർ ചൂഷണം ചെയ്തിട്ടുണ്ട്. ഈ തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ നന്മയെ ചൂഷണം ചെയ്യുക. നിങ്ങൾ അവരുടെ ചൊൽപ്പടിയിലായിരുന്നു കുറച്ച് നാൾ. അവരായിരുന്നു നിങ്ങൾ ഉപദേശിച്ചിരുന്നത്. അവർക്കൊരു പക്ഷേ നിങ്ങളിൽ ഒരാളിൽ കൂടുതലായിട്ടുള്ളൊരു സ്വാധീനം ഉണ്ടായിരുന്നു മറ്റേതെങ്കിലും തരത്തിൽ. ആ സ്വാധീനം ഉപയോഗിച്ച് അവർ കൂടുതൽ നിങ്ങളെ കുഴപ്പത്തിലാക്കാനും കൂടുതൽ നിങ്ങളെ പ്രതിസന്ധിയിലാക്കാനൊക്കെ ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ദുഃഖം വന്നു, തെറ്റിദ്ധാരണ വന്നു, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാത്തൊരു ഘട്ടം പോലും വന്നു, തെറ്റിദ്ധരിക്കുന്നൊരു ഘട്ടം വന്നു. അല്ലെങ്കിൽ അവർ തെറ്റിദ്ധരിപ്പിച്ചു നിങ്ങളുടെ വ്യക്തിയെ. നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോയി. അങ്ങനെയുണ്ടായ തെറ്റിദ്ധരിപ്പിക്കലുകൾ മൂലം നിങ്ങൾക്ക് ഒരുപാട് മനോവിഷമമുണ്ടായി. ആ വ്യക്തിയിൽ നിന്നും അകലേണ്ടി വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നി. ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ എന്നേക്കുമായി പോകുമോ എന്നൊക്കെ ഉള്ള ഭയം നിങ്ങൾക്ക് വന്നു. കാരണം ആ വ്യക്തിയെ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ കഴിയുന്നില്ല, പരിധി വിട്ടുപോയി. ആ തേർഡ് പാർട്ടി അത്രത്തോളം സ്വാധീനം ഉണ്ടാക്കി. നന്മയ്ക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ പോലും നന്മയ്ക്ക് വേണ്ടിയാണെന്നും പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നിങ്ങളുടെ വ്യക്തിയെ സ്വാധീന വലയത്തിലാക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ഒരുപാട് മനോവിഷമമുണ്ടായി. എൻ്റെ വ്യക്തിയെ എനിക്ക് തിരിച്ചു കിട്ടുമോ, എൻ്റെ വ്യക്തിയുമായിട്ട് എനിക്ക് സമാധാനപൂർണ്ണമായിട്ടൊരു ജീവിതം ഉണ്ടാകുമോ എന്നിങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായി. പക്ഷേ ഈശ്വരൻ നിങ്ങൾക്കതിനൊരു ശക്തി നൽകും. ഈശ്വരൻ നിങ്ങൾക്ക് ഒരാത്മബലം നൽകും. കാരണം നിങ്ങളുടെ സത്യസന്ധത പരാജയപ്പെടില്ല. നല്ലതേതാ ചീത്ത ഏതാന്ന് കണ്ടെത്താനുള്ളൊരു കഴിവില്ലായ്മ നിങ്ങൾക്കുണ്ടായിരുന്നു. ആരായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കണം, ആരെയാണ് വിശ്വസിക്കുക. നിങ്ങൾക്ക് പറ്റിയത് നല്ലവരായ ആളുകളെ അകറ്റി നിർത്തുകയും മോശക്കാരായ ആളുകളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി നിങ്ങൾക്കുണ്ടായ നഷ്ടം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ നഷ്ടം ഇപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷെ പേടിക്കേണ്ട, നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ചെറിയൊരു അഭാവത്തിൽ, അല്ലെങ്കിൽ നിങ്ങളെ ആ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ആ വ്യക്തിയെ കൃത്യമായി മനസ്സിലാക്കാനുള്ള അവസരം കിട്ടി. ആ ദുസ്വാധീനം ഉണ്ടാക്കിയ വ്യക്തിയുടെ യഥാർത്ഥ മുഖം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട്. ഉടൻ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരും. ചെറിയൊരു ഗ്യാപ്പ് ഇപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. അത് ആ വ്യക്തി ഉണ്ടാക്കിയെടുത്താണ്, ആ തേർഡ് പാർട്ടി ഉണ്ടാക്കിയെടുത്താണ് നിങ്ങളെ തകർക്കാൻ വേണ്ടി. അത് നിങ്ങൾ കാര്യമാക്കേണ്ട, പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.